നിപ്പയിൽ മലപ്പുറത്തിന് വീണ്ടും ആശ്വാസം. മരിച്ച 14-കാരന്റെ രക്ഷിതാക്കളുടേതുൾപ്പെടെ 9 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 2023 നിപ സമയത്തെ അതേ വൈറസ് വകഭേദമാണ് ഇപ്പോഴും ഉണ്ടായതെന്ന് സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കി. ജില്ലയ്ക്ക് ആശ്വാസം പകരുന്നതാണ് പുതിയ പരിശോധനാ ഫലങ്ങൾ. നിലവിൽ രോഗലക്ഷണങ്ങളോടെ 15 പേരാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇവരിൽ 9 പേരുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്. 2023 നിപ സ്ഥിരീകരിച്ചപ്പോൾ വവ്വാലുകളിൽ കണ്ടെത്തിയ അതേ വൈറസ് തന്നെയാണ് ഇത്തവണത്തേതെന്നും അത് പരിശോധനയിൽ സ്ഥിരീകരിച്ചതായും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. അപ്പോൾ ആ പാർഷ്യൽ സീക്വൻസിങ്ങിൽ കണ്ടെത്തിയിട്ടുള്ളത് കേരളത്തിൽ, അതായത് 2023 നമ്മൾ കണ്ടെത്തിയ വവ്വാലുകളിൽ കണ്ടെത്തിയ വൈറസിൻ്റെ അതേ വകഭേദമാണ് ഈ വൈറസും എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലയിൽ 406 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. അതിൽ 194 പേര് ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെട്ടവരാണ്. ഇതിൽ 139 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. ആനക്കയം, പാണ്ടിക്കാട് പഞ്ചായത്തുകളിലെ വീടുകൾ തോറുമുള്ള സർവേ പുരോഗമിക്കുകയാണ്. 7239 വീടുകളിൽ സർവേ പൂർത്തിയായപ്പോൾ 439 പേർക്ക് പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 4 പേർ കുട്ടിയുടെ സമ്പർക്കത്തിൽ ഉൾപ്പെട്ടവരാണ്. 439 പനി കേസുകൾ ഉണ്ട്. അതിൽ 4 കേസുകളാണ് ഈ സമ്പർക്ക പട്ടികയിലുള്ളവർ. മറ്റു ആളുകൾക്കൊന്നും സാധാരണ വൈറൽ ഫീവറാണ്. കാരണം ഈ കേസുമായിട്ട് ഡയറക്റ്റായിട്ട് ഒരു ലിങ്കും ഇല്ലാത്തവരാണ്. ആ 4 കേസിൻ്റെയും സാമ്പിൾ പരിശോധനയ്ക്കായിട്ട് എടുത്തിട്ടുണ്ട്. റിപ്പോർട്ടർ, മലപ്പുറം.